പശ്ചിമേഷ്യയുടെ ആകാശത്ത് തീമഴ പെയ്തു തോർന്നു. കാർമേഘങ്ങൾ ഒഴിഞ്ഞ് സമാധാനത്തിന്റെ വെൺമേഘങ്ങളെ കാത്തിരിക്കുകയാണ് ജീവൻ അവശേഷിക്കുന്ന മനുഷ്യർ. മഴ കഴിഞ്ഞ് മരം പെയ്യും പോലെ ചോരത്തുള്ളികൾ ഇറ്റുവീണ് തീർന്നിട്ടില്ല. എല്ലാത്തിനും അവസാനമായെന്ന് കരുതിയിടത്ത് വീണ്ടും ആശങ്കയുടെ വിത്ത് പാകുന്നുണ്ട് ചിലർ. തുടക്കമാണോ ഒടുക്കമാണോ എന്നറിയാതെ നിൽക്കുകയാണ് ലോകം. നല്ലത് മാത്രം പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടെ തുടങ്ങാം. സ്വാഗതം ഭൂലോകത്തിലേക്ക്. ഇസ്രായേൽ ഇറാൻ യുദ്ധം കഴിഞ്ഞു. പക്ഷേ ജയിച്ചതാരാണ്? ഇസ്രായേൽ ആണെന്ന് തോന്നാം. അമേരിക്ക ഇറാനെ തവിട് പൊടിയാക്കിയെന്നും തോന്നാം. പക്ഷേ സത്യം അതിനപ്പുറമാണ്. എതിർപക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന യുദ്ധരീതിയാണ് ഇസ്രായേലിന് ശീലം. ഇതുവരെ അതാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളതും. അതാണ് ഇസ്രായേലിന്റെ ശക്തിയും ദൗർബല്യവും. ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിന് ഒറ്റയ്ക്കാവില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇറാനുമായി നയതന്ത്ര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയെയും യുദ്ധത്തിലേക്ക് വലിച്ചിട്ടു. ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിപ്പിച്ചു. അടുത്ത ലക്ഷ്യം ഇറാൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി താഴെയിടുക. അതിനാണ് സൈനിക നേതൃത്വത്തെ മുഴുവൻ ഇല്ലാതാക്കിയത്. പക്ഷേ ആദ്യത്തെ ആഘാതത്തിൽ നിന്ന് ഇറാൻ ഉയർത്തെഴുന്നേറ്റതാണ് ലോകം കണ്ടത്. ഇറാൻ തിരിച്ചടിക്കുമെന്നത് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ 22 തവണയാണ് മിസൈലുകൾ ഇസ്രായേലിന്റെ ആകാശത്തുകൂടി കുതിച്ചത്. ഇസ്രായേലിന്റെ അയൺ ഡോം തളർന്നു തുടങ്ങി. ടെല്ലവീവിലും ഹൈഫയിലും പതിക്കുന്ന മിസൈലുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. കെട്ടിട സമുച്ചയങ്ങൾ നിലംപൊത്തി. ഒരുപാട് പേർ മരിച്ചു. നഗരങ്ങൾ നിശ്ചലമായി. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ബങ്കറുകൾ തേടി പരക്കം പാഞ്ഞു. ഇസ്രായേൽ പെട്ടെന്നുള്ള ഒരു യുദ്ധവും വിജയവുമാണ് പ്രതീക്ഷിച്ചത്. ഇറാൻ ആകട്ടെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് സജ്ജമായിരുന്നു. ഇവിടെയാണ് ഇസ്രായേൽ പദ്ധതി പാളിയത്. അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിയാകുമ്പോഴെങ്കിലും സ്ഥിതി മാറുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചു. എന്നാൽ നടന്നത് മറ്റൊന്നാണ്. ആണവ കേന്ദ്രങ്ങൾ തകർത്ത ശേഷം ചർച്ചയ്ക്ക് വന്ന അമേരിക്കയോട് തിരിച്ചടിച്ച് ചർച്ചയാകാമെന്നാണ് ഇറാൻ പറഞ്ഞത്. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ ശേഷമായിരുന്നു ആക്രമണം. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇറാൻ തിരിച്ചടിച്ചു എന്നത് ചില്ലറ കാര്യമല്ല. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. അതേ നാണയത്തിൽ ഇറാനും തിരിച്ചടിച്ചു. അടുത്ത ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം വന്നു. ഉടൻ യുദ്ധം നിർത്തുക. ഇസ്രായേലിന് അനുസരിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രായേലിന് അഭിമാനിക്കാം. പക്ഷേ ഒരു അമേരിക്കൻ നയതന്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ആണവായുധം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ഇറാന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എന്തു കാര്യം? നിർമ്മിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്ന് മാത്രം. ഇറാൻ സർക്കാർ നിലംപൊത്തുമെന്ന് വിചാരിച്ചെടുത്ത തീവ്ര ദേശീയ വികാരത്തിൽ ഖമനേയി ഭരണകൂടത്തിന് പിന്തുണ കൂടുകയും ചെയ്തു. ലക്ഷ്യങ്ങളൊന്നും പൂർണ്ണമായും നിറവേറ്റാതെയാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ ഗോലിയാത്തായ ഇസ്രായേലിന്റെ മൂക്കിൽ നിന്ന് ഇടികൊണ്ട് ആദ്യമായി ചോര വന്ന യുദ്ധം. 12 ദിവസത്തെ ഈ യുദ്ധം അങ്ങനെയാവും ചരിത്രത്തിൽ രേഖപ്പെടുത്തുക.